കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയേറിയ നാമത്തിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഇന്ന് മിക്ക ആളുകളും അഭിമുഖീകരിക്കുന്ന ഒരു വേദനാജനകമായ സംഗതിയാണ് അവഗണന. പല കാരണങ്ങളാൽ അവഗണിക്കപ്പെടുന്നവരുണ്ട്. ഭർത്താവിനാൽ അവഗണിക്കപ്പെടുന്ന ഭാര്യ, ഭാര്യയാൽ അവഗണിക്കപ്പെടുന്ന ഭർത്താവ്, മാതാപിതാക്കളാൽ അവഗണിക്കപ്പെടുന്ന മക്കൾ, മറ്റു പലരിൽ നിന്നും അവഗണന ഏറ്റുവാങ്ങേണ്ടി വന്നവർ, അവഗണനയുടെ പലതരത്തിലുള്ള നൊമ്പരം പേറുന്ന ഇവർ പലതരത്തിലുള്ള പ്രതികരണവും ഉള്ളവരായിരിക്കും. ചിലർ അവഗണിക്കപ്പെടുമ്പോൾ അത് പരിഗണന ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് വാദപ്രതിവാദം നടത്തുന്നവരുണ്ടാകാം. ചിലർ അതിൽ ഒതുങ്ങിക്കൂടുന്നവർ. എന്നാൽ ചിലർ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വെറുപ്പും വാശിയും വെച്ച് പുലർത്തുന്നവർ. എന്നാൽ ഇതിൽ നിന്നെല്ലാം രക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ വേദനകളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് അവഗണിച്ചവരോട് ക്ഷമിക്കുക എന്നുള്ളതാണ്. യെശയ്യാ പ്രവചനത്തിലും സങ്കീർത്തനങ്ങളിലും പറഞ്ഞിരിക്കുന്നത് പോലെ, അപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല എന്ന് വാക്ക് പറഞ്ഞ ദൈവകരങ്ങളിലേക്ക്, ദൈവത്തിങ്കിലേക്ക് നാം നോക്കുമ്പോൾ ക്ഷമിക്കുവാനുള്ള കൃപ ദൈവം തരും. ദാവീദ് മാതാപിതാക്കളുടെയോ സഹോദരങ്ങളുടെയോ യാതൊരുവിധ പരിഗണനയും ലഭിക്കാതെ വളർന്ന ഒരു ബാലനായിരുന്നു. എന്നാൽ യോദ്ധാക്കളായ ജ്യേഷ്ഠ സഹോദരങ്ങളെക്കാൾ മുകളിൽ ഉയർത്തപ്പെട്ടു. ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അവഗണനയുടെ മുറിവേറ്റ് വേദനിക്കുന്നവരാണ് എങ്കിൽ ഒരു കാര്യം തിരിച്ചറിയുക: അവഗണിക്കപ്പെടുന്നവർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 13-ാം അധ്യായം 5-6 തിരുവചന പ്രകാരമാണ്: ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. ഞാനത് ഇപ്രകാരം പറയുകയാണ്: ഞാൻ നിന്നെ ഒരു നാളും അവഗണിക്കുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ആകയാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇങ്ങനെ പറയാം: കർത്താവ് എനിക്ക് തുണ, ഞാൻ ഭാരപ്പെടുകയില്ല, ഞാൻ വ്യസനപ്പെടുകയില്ല, ഞാൻ ഭയപ്പെടുകയില്ല. ആമേൻ. കർത്താവ് നമ്മെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.